ഞാനല്ലാതെ അറിഞ്ഞുകൊണ്ട് എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്നതാ. ഞാൻ അറിഞ്ഞുകൊണ്ട് തെളിവ് നശിപ്പിച്ചതാ. ആ കൊച്ചിനെ കൊല്ലാൻ കൂട്ടുനിന്നതോ അല്ല. എനിക്ക് 2 ചെറുകുട്ടികളുണ്ട്. ഞാനും എൻ്റെ മോനെ 2.5 വയസ്സിന് എൻ്റെ മോന്റെ വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയതാ. ഞാൻ അത്രമേല് കഷ്ടപ്പെട്ട എൻ്റെ മോനെ ഞാൻ വളർത്തിയത്. മോനെയും മോളെയും ആളുകളെ വീട്ടിൽ പോയി അടുക്കള പണി ചെയ്ത് ആളുകളെ പ്രസവങ്ങളെ എടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ 2പേരെയും ഞാൻ കഷ്ടപ്പെട്ട് എടുത്തു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ന്യൂസ് ഇപ്പോൾ കണ്ടു. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ഉണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് സംഭവിച്ച ആ ഒരു ദുരന്തത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന, കേരളക്കരയെ മൊത്തത്തിൽ കണ്ണീരാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു. എന്തായാലും അതിൽ പ്രതികളായിട്ടുള്ള അഷ്കറും അഖിലയും പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു, അതായത് റിമാൻഡിലായിരുന്നു. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി 2 പ്രതികളെയും കൊണ്ടുവന്ന് അതിൽ അഷ്കറിൻ്റെ ആ ഒരു വരവ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ സന്തോഷം തോന്നിപ്പോയി. കാരണം അവന് ജയിലിൽ നല്ല രീതിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലുക്കിലൊക്കെ നല്ല മാറ്റമുണ്ട്. മുടിയൊക്കെ വെട്ടി അവന് നന്നായിട്ട് നടക്കാൻ പോലും വയ്യ. അവൻ ഞൊണ്ടിയാണ് വരുന്നത്. പോലീസുകാർക്കൊരു ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം ഇമാതിരിയൊക്കെ കാണിക്കുന്ന ഇവനൊക്കെ ഇതുപോലുള്ള ശിക്ഷകൾ കൊടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മൾ വിചാരിച്ചു, ഇനിയിപ്പോൾ സുഖ ജീവിതമല്ലേ, അവനൊക്കെ പോയി സുഖിച്ച് ജീവിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും ജയിലിൽ കൊണ്ടുപോയി പോലീസുകാർ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവനെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് അവർ താമസിച്ചിരുന്ന ഒരു വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ ഇളകിയിരിക്കുമായിരുന്നു. അവരൊക്കെ ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് കുറേയധികം ആൾക്കാർ ഇവനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 1-2 പേര് നല്ല ഇടിയൊക്കെ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അന്ന് ഇവനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ്. അന്ന് നമുക്ക് ആ പോലീസുകാരോട് വെറുപ്പാണ് തോന്നിപ്പോയത്. കാരണം എന്തിനാ ഇവനിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇവൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത പ്രതിയല്ലേ. പോലീസുകാരോട് നല്ലതായിട്ട് വെറുപ്പ് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് പോലീസുകാർക്കും അതുപോലെ ജയിലിലുള്ളവർക്കുമാണ് കൊടുക്കണം. ഇവനെ ഇതുപോലെ ഇഞ്ചിഞ്ചായി തീർക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു ഇത്. അതായത് ആ 1.5 വയസ്സുള്ള മോൻ അവൻ അനുഭവിച്ച വേദനകൾ, യാതനകൾ, അതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോയി. ശരിക്കും ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരിറ്റ് കണ്ണീര് പോലും വരാത്ത ആരും തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ഇത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കുറച്ച് ദിവസത്തേക്ക് ആ കുഞ്ഞിൻ്റെ മുഖം തന്നെയായിരുന്നു. എന്നെപ്പോലെ തന്നെയാണ് എല്ലാ ആൾക്കാർക്കും, ഓരോ അമ്മമാർക്കും അല്ലെ ഓരോ ആൾക്കാർക്കും ആ കുഞ്ഞിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം വന്നു. ആ ഒരു രീതിയിൽ ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിനെ ആ ഒരു രീതിയിൽ ഇല്ലാതാക്കിയ അവന് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും ഒരു കാര്യം പറയാം, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ രൂപത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇവന് കൊടുത്ത പോലെ തന്നെ കൊടുക്കണം. കാരണം ആ കുഞ്ഞിനെ പ്രസവിച്ച ഒരു അമ്മയുണ്ടല്ലോ, അവളാണല്ലോ ഇതിനെല്ലാത്തിനും കൂട്ട് നിന്നത്. അവക്കും കൊടുക്കണം. പോലീസുകാരും അല്ലെങ്കിൽ ജയിലിലുള്ള മറ്റ് ആൾക്കാരും കൂടെ ചേർന്നിട്ട് അവളെയൊക്കെ വലിച്ച് കീറണം. എന്തായാലും നമുക്കറിയാം ഇതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഈ പറയുന്ന അഷ്കറിൻ്റെ ഉമ്മയും പെങ്ങളും വന്നിട്ട് കഴിഞ്ഞ ദിവസം കുറേ പ്രഹസനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവനങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ മോൻ പാവാണെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അഷ്കറിൻ്റെ ഒരു ഉമ്മ അവന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്നു, എൻ്റെ മോൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അവനൊരു പാവായിരുന്നു എന്ന്. ആ തള്ളയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഞാനൊക്കെ അവരുടെ കർണക്കുറ്റി നോക്കി പൊട്ടിച്ചേനെ. കാരണം സ്വന്തം മകൻ ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്തിട്ട് ഇപ്പോഴും ആ മകനെ ന്യായീകരിക്കുന്ന ആ തള്ളേനെ എന്ത് ചെയ്യണം? തള്ള മാത്രമല്ല, ഒരു സഹോദരിയുണ്ട്. ഇവരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. അതായത് ഈ അഖിലയും അഷ്കറും ആ കുഞ്ഞും ഉള്ള വീട്ടിലാണ് ഈ പറയുന്ന അഷ്കറിൻ്റെ ഉമ്മയും സഹോദരിയും താമസിച്ചിരുന്നത്. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ഇത്രയും മുറിവുകളും കാര്യങ്ങളും ഒന്നും ഉള്ളത് അഷ്കറിൻ്റെ ഉമ്മയും സഹോദരിയും കണ്ടിട്ടേയില്ല. എന്തായാലും കൊള്ളാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അഭ്യർത്ഥനയാണ്, ആ തള്ളയെയും സഹോദരിയെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. കാരണം അവർക്കും ഇതിൽ പങ്കുണ്ട്. ഇതിലിപ്പോൾ ചില ഒട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഈ പറയുന്ന അഖിലയുണ്ടല്ലോ, അഖിലയുടെ അമ്മയ്ക്ക് കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അഷ്കർ ആ സ്വത്തോ എന്തൊക്കെയോ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. അതിൻ്റെ ദേഷ്യമാണ് ഈ കുഞ്ഞിനോട് തീർത്തതെന്നാണ്
ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൊള്ളാം, എല്ലാം കൊള്ളാം. ആ കുഞ്ഞ് വന്ന് ജനിച്ച ആ ഒരു വീടും അല്ലെങ്കിൽ ആ തള്ളയുടെ വയറ്റിലാണല്ലോ ആ കുഞ്ഞ് വന്ന് ജനിച്ചത്. എനിക്ക് ദൈവത്തിനോടാണ് പറയാനുള്ളത്, എത്രയോ അമ്മമാർ അല്ലെങ്കിൽ എത്രയോ സ്ത്രീകൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് പ്രാർത്ഥനയോടുകൂടി കഴിയുന്നുണ്ട്. അവർക്കൊക്കെ ആ ഒരു കുഞ്ഞിനെ കൊടുത്തിരുന്നെങ്കിൽ അവരൊക്കെ പൊന്നുപോലെ ആ മോനെ നോക്കിയതിന്. ഒരു അർഹതയും ഇല്ലാത്ത അവളെപ്പോലുള്ളവൾക്ക് എന്തിനാണ് ആ ഒരു കുഞ്ഞിനെ കൊടുത്തത് എന്ന് ചിലപ്പോൾ ദൈവത്തിനോട് തന്നെ നമുക്ക് ദേഷ്യം തോന്നിപ്പോവും. കാരണം ആ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞ് എത്രത്തോളമാണ് അനുഭവിച്ചത്. അവസാനം അതിൻ്റെ ജീവനും പോയി. എന്നിട്ട് അതിൻ്റെ കാരണക്കാരായിട്ടുള്ള പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ എത്ര ഒരാഴ്ചയാകുന്നു. എന്നാലും നമുക്കൊക്കെ ചെറിയ രീതിയിൽ ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അവന് ജയിലിൽ നിന്ന് കിട്ടിയ ഈ ഒരു സമ്മാനം. ഇനി പറയാനുള്ളത് ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ, അതായത് ഈ പ്രതിയായിട്ടുള്ള അഷ്കറിന് അവന് വധശിക്ഷ തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അറിയില്ല, നമ്മുടെ നിയമ വ്യവസ്ഥകളും ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇവിടുത്തെ നിയമത്തിനൊക്കെ മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലുള്ള കൊടും ക്രൂരതകളൊന്നും ഈ സമൂഹത്തിൽ നടക്കത്തില്ല. ഇവിടുത്തെ നിയമം തന്നെയാണ് എല്ലാവർക്കും ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം. പിന്നെ ജയിലൊക്കെ സുഭിക്ഷമല്ലേ, നല്ല ഫുഡ്, നല്ല പൈസയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് കൂടുതൽ ത്വരയാണ്. എന്തു പറയാനാണ്. എന്റെ പൊന്നു മോൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയുന്നു, എന്റെ പൊന്നു മോൻ ആ കൊച്ചിനെ കൊല്ലില്ല. അതെനിക്ക് ഉറപ്പാണ്. ഈ ലോകം മൊത്തം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്റെ മോൻ കൊല്ലൂല, കൊല്ലാൻ വേണ്ടി ചെയ്യൂല. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയെന്നുള്ള അത് അവന് മാത്രമേ അറിയാവൂ, എനിക്കറിയില്ല. ഈ തള്ള എന്ത് ഭംഗിയായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് നോക്കി. ഈ കൊച്ചിനെ ഇവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇവൻ പലതവണ ഉപദ്രവിക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ടാവും. അപ്പോഴൊന്നും ഇവർക്കൊന്നും പറയാൻ കണ്ടില്ല. എന്നിട്ട് ഇപ്പൊ അവസാനം ആ കൊച്ചിനെ തല്ലി കൊന്നു കഴിഞ്ഞപ്പോൾ ഇവന് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നവര്. ഇവനൊന്നും ചെയ്യാതെ ആ കൊച്ചിന്റെ ശരീരത്ത് എങ്ങനെ 91 മുറിവുകൾ വന്നു?